ഹലോ ഗൈസ്, ക്രാഫ്റ്റ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആസ് എ ക്രാഫ്റ്റ് മെക്കട്രോണിക്ക നമ്മൾ മെയിനായിട്ട് വണ്ടിയുടെ A to X വരെയുള്ള കാര്യങ്ങൾ ചെയ്യും. വൈ വേറെ ആരെങ്കിലും ചെയ്യും. A to X എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഡയഗ്നോസ് ചെയ്യും, സർവീസ് ചെയ്യും, മെയിൻ്റനൻസ് ചെയ്യും, പിന്നെന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്താ പറയുക, നമ്മൾ മെയിനായിട്ട് പഠിക്കുക എൻജിൻ, ഗിയർ ബോക്സ്, അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ, വണ്ടിയുടെ ഇലക്ട്രോണിക്സ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്താ പറയുക ടെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ് കയറിയിട്ട് വെച്ചിട്ട് വണ്ടിയുടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വണ്ടിയുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വണ്ടിയുടെ അകത്ത് പെയിൻറ് അടിക്കുക, പിന്നെ ബോഡി ഷോപ്പ് ചെയ്യുക, ഇടിച്ച് ചളങ്ങിയ സാധനങ്ങളൊക്കെ അടിച്ചു വരുത്തി നിവർത്തണം പരിപാടിക്കില്ല, അത് നമ്മൾ ചെയ്യില്ല. അതൊക്കെ ചെയ്യാൻ വേറെ ആളുണ്ട്. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇപ്പോൾ ഒരു മൊഡ്യൂള്, ഇപ്പോൾ എൻജിൻ കൺട്രോൾ മൊഡ്യൂളൊക്കെ കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കുക, നമ്മളത് റിപ്പയർ ചെയ്യില്ല, പകരം റീപ്ലേസാണ് ചെയ്തിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്യും, അത് ഞങ്ങൾ റിപ്പയർ ചെയ്യില്ല. അത് റിപ്പയർ ചെയ്യാനായിട്ട് വേറെ കാറ്റഗറി ഓഫ് ആളുകളുണ്ട്, നമ്മൾ അതിൽ ഇല്ല, കണ്ടാൽ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് ഒരു ക്രാഫ്റ്റ് മെക്കാട്രോണിക്കർ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കും. വർക്കിംഗ് അറിഞ്ഞാലാണല്ലോ ഒബ്വിയസ്ലി അത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുക, ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ വർക്ക്ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വർക്ക്ഷോപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് വണ്ടി വരുന്നതിനനുസരിച്ചായിരിക്കും വണ്ടിയിൽ ഏതൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്താൽ മതി. സ്കൂളിൽ പഠിപ്പിച്ച എല്ലാ സാധനങ്ങളും നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്യുന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. V for victory, A for ആദർശ്, ബൈ.